ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ഓൾഡ് ഷർട്ടിനെ റീയൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ബാഗ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളുടെ വീട്ടിലുള്ള പഴയ സാരി ആണെങ്കിലും അതുപോലെ ചുരിദാറോ ഷർട്ടോ ഒക്കെ കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഒരു സാരിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് 31.5 ഇഞ്ചാണ്. വിട്ട് കൊടുത്തിരിക്കുന്നത് 20 ഇഞ്ചുമാണ്. ആ രീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേ സെയിം അളവിൽ നമ്മളുടെ ഷർട്ടിനെയും നമ്മൾ മെയിൻ ക്ലോത്തായിട്ട് ഷർട്ടിനെ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ഇതിനെ മറിച്ചെടുക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ സൈഡ് വഴി നമ്മൾ ഇതുപോലെ കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ പിൻ കുത്തിയൊക്കെ സൈഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കോർണറൊക്കെ വരുമ്പോൾ നമ്മളവിടെ കുത്തിയെടുത്ത് ആ കോർണറിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ സ്റ്റിച്ചും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മളൊരു അല്പം ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ കോർണറൊക്കെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇതുപോലെ ഒരുപാട് ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 4 കോർണറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഗ്യാപ്പ് ഇട്ടതിലൂടെ നമ്മൾ നല്ല വശങ്ങളെ തിരിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തു കൊടുക്കണേ. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഈ ഗ്യാപ്പുള്ള ഭാഗം നമ്മളിങ്ങനെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സൈഡ് വഴി ഫുൾ അങ്ങ് നല്ല വശത്തിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെയും നമ്മൾ ആ കോർണറൊക്കെ നല്ല നീറ്റാക്കി കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഹാൻഡിൽ സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുന്നത്. 4 ഇഞ്ചാണ് അതിന് വിട്ട് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്ത് നമ്മളൊരു 24 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസസാണ് നമുക്ക് ഇതേ സെയിം അളവിൽ എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതുപോലെ ഇപ്പം 24 ഇഞ്ച് ലെങ്ത്തും എടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനെ ഈക്വലായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് മടക്കി എന്നിട്ട് ആ സെൻറ്റർ വരുന്നിടത്തേക്ക് നമ്മൾ ഈ ഒരെണ്ണത്തിനെ ഇങ്ങനെ മടക്കുന്നു. എന്നിട്ട് ഇവിടെയും മടക്കുന്നു. നമ്മുടെ ഈ സ്ട്രിപ്പിന് കറക്റ്റ് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഒരേ വിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഇൻ്റർഫേസിങ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെയൊന്നുമല്ല ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. ഈ സ്ട്രിപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡ് വഴിയും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസസാണ് നമുക്ക് വേണ്ടത്. 2 പീസസും നമ്മളിതേ സെയിം അളവിൽ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ നല്ല വശത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് എവിടെ വരുന്നു അവിടെയൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ 6 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 6 ഇഞ്ച് വരുന്നിടത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഹാൻഡിൽ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ 24 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് എടുക്കാവേ. അത്യാവശ്യം ഈ ഒരു അളവ് കറക്റ്റ് ഒരളവാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അടുത്തതിലും നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ ആദ്യമേ ഇങ്ങനെ നല്ല വശത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ ഈ ഒരു സൈഡ് വഴി ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനെ ഇങ്ങനെ ഒരല്പം ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെയൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മടക്കി കൊടുത്തതിനെയാണ് നമ്മൾ വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ അവിടേക്ക് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ നല്ല വൃത്തിക്ക് ഒരു ഇൻറ്റു വരുന്ന രീതിയിൽ നമ്മുടെ സ്റ്റിച്ചിങ് വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേ സെയിം പ്രോസസ്സാണ് നമ്മൾ ഇപ്പോഴത്തെ ഭാഗത്തും വെക്കേണ്ടത്. അപ്പം വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രിപ്പ് തിരിഞ്ഞൊന്നും പോകരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം ഇതുപോലെ തന്നെ സെയിം വിട്ട് അപ്പുറത്തെ സൈഡിൽ എത്രയാണോ വിട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് 2 സൈഡും എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നല്ല വശത്താണ് ഒരു 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് നല്ല വശത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത്.
അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോഴത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ സെയിം 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ നല്ല വശത്തിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നല്ല വശത്തിലൂടെ തന്നെയാണ് നമ്മളെ ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്ത് നല്ല വശത്തിലൂടെ നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സൈഡുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ നല്ല ഉണക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ മടക്കി കൊടുത്ത് നല്ല വശത്തിലൂടെ ആയിരിക്കണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല നീറ്റായിട്ട് ഒരേ വിട്ടിൽ നമ്മളിതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ നല്ല വശങ്ങളെ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ റോങ് സൈഡിലൂടെ ഇങ്ങനെ അതിൻ്റെ തീർത്ത എഡ്ജിലൂടെ ആയിരിക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയെല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട് ഇങ്ങനെ കൈയിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഈ സൈഡ് കിട്ടുവേ. അത് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് സഹിതമാണ് ആ സൈഡ് കിട്ടുന്നത്. അതിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് നമ്മളിതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മളിതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഈ ഒരു ഭാഗം നമ്മളിവിടേക്ക് ഇങ്ങനെ കൈത്തയ്യൽ തയ്ച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് നമ്മളിവിടേക്ക് അങ്ങ് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പുറത്തെ സൈഡും ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു ബാഗ് ഏകദേശം ഇവിടെ റെഡിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മളൊന്ന് തിരിച്ച് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിവിടെ ഒരു നല്ലൊരു ബാഗ്, വലിയൊരു ബാഗാണ് ഇങ്ങനെ റെഡിയായി ലഭിച്ചിരിക്കുന്നത്. അത് ഒരു ഓൾഡ് ഷർട്ടിൽ നിന്ന് ആണ് നമ്മളിങ്ങനെ ഒരു ബാഗ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻ്റർഫേസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗിൻ്റെ കട്ടി കിട്ടാനായിട്ടുള്ള ക്ലോത്തുകൾ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവേ. ഇപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഇത്രയും അത്യാവശ്യം വലിയ ബുക്ക് നമുക്കിതിനകത്ത് ഇങ്ങനെ യൂസ് ചെയ്യുക. ഇതിപ്പം നമുക്ക് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പേപ്പറുകളൊക്കെ ധാരാളം കൊണ്ടുപോകാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബാഗിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമേ ബുക്കുകളെ അതൊക്കെ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.